ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായി. അപ്പോൾ ഞാൻ ഇന്ന് നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്റർ ഇതാ നല്ലവണ്ണം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററിന് നമുക്ക് ഇനി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് അതിൻ്റെ ബാറ്റർ ഒഴിക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ എന്താണ് ചായക്ക് എന്തെങ്കിലും കടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ വരാറ്. അപ്പോൾ ഞാൻ ലേശം ചായ വെക്കാൻ വേണ്ടി പാല് ഗ്യാസിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. എന്താ നമ്മളുടെ നെയ്യപ്പം ഒരു പുറമായിട്ടുണ്ട്, മറ്റേ പുറം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതവിടെ കടന്ന് മുരിയട്ടെ. ചെറിയ മോനിക്ക് കാർത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചായയിൽ ചായപ്പൊടി ഇടാം. 2 സ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട്. മൂത്ത മോൾക്ക് നല്ല കടുപ്പം വേണം, അതുകൊണ്ടാണ്. കടുപ്പം കുറവ് വേണം എന്നുള്ളവർക്ക് 1 സ്പൂൺ ഇട്ടാൽ മതിയാവും. ഞങ്ങളുടെ ചായ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ നെയ്യപ്പവും ശരിയായിട്ടുണ്ട്. എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് പൊന്തി വന്നിട്ടില്ല. എണ്ണ കമ്മിയായത് കാരണം കൊണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ചായ നമ്മളെ നല്ലോണം തിളച്ച് വന്ന് ഇങ്ങനെ ഇതാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അടിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളെ നെയ്യപ്പം ശരിയായിട്ടുണ്ട്. അതുപോലെ അത് ഞാൻ പൊട്ടിച്ചിട്ട് എൻ്റെ മോനക്ക് വെച്ച് കൊടുക്കുകയാണ്. പൊട്ടിച്ച് നുറുക്കിയിട്ട് മോനെ അവിടെ ഇരുത്തിയിട്ട് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് കാർത്തു കണ്ടിട്ട്, അത് കാർത്തുവിലേക്കാണ് കണ്ണ്, പലഹാരത്തിലേക്കൊന്നല്ല കണ്ണ്. എടുത്ത് ഒരു കഷ്ണം എടുത്ത് ഞാൻ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവന് ചിരിക്കുന്നുണ്ട്. അത് കാർത്തുവിലെ ഓരോന്ന് കണ്ടിട്ടാണ് മോന് ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പണികൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ മോനക്ക് ഇങ്ങനെ കാർത്തുവോ അല്ലെങ്കിൽ പൂപ്പിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ അവൻ അവിടെയും ഇവിടെയും കയറി മറിഞ്ഞിട്ടും ഇതായിട്ടും ഭയങ്കര ടെൻഷനാണ്. വോയിസ് കൊടുത്ത് എനിക്ക് അങ്ങനെ ശീലമില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.